മന്ത്രി ഞാനും പറയാം. അതിനുശേഷം ടീച്ചർമാരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് മോന്റെ വീട്ടിൽ പോകേണ്ടതായിട്ടുണ്ട്. ഇതാണ് വേണ്ടിയിട്ടുള്ള പരിപാടി. ഗോളം ഉണ്ടാക്കിയിട്ട് ഉന്തും തള്ളും ഗോളം ഒക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരിക്കും. സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണമാണ് നടക്കുന്നത്. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. 2 വൈദ്യുത വകുപ്പിന്റെ അന്വേഷണം നടത്തിയിരിക്കുകയാണ്. 3 പോലീസ് സ്വാഭാവിക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്നിപ്പോ ആക്കി വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? വേണ്ട, പറയേണ്ട കാര്യമില്ല. അതൊക്കെ നെറ്റിൽ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോ വൈദ്യുത വകുപ്പിന്റെ റിപ്പോർട്ട് വന്നേക്കും. പോലീസും അതിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. 2-3 പ്രാവശ്യം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട ധനാരോഗ്യ വകുപ്പ് മന്ത്രി എന്നെയും ഈ കാര്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള നടപടികൾ കർശന നടപടികളാണെന്ന് നമുക്കറിയാം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് കുട്ടിയോടൊപ്പമാണ്, നമ്മുടെ മകനോടൊപ്പമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ നടത്താൻ തയ്യാറാകാത്ത എല്ലാവരുടെ പേരിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയും മേലിൽ കേരളത്തിൽ വേറെ ആരും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലാത്ത നിലയിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നടപടി സ്വീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു. സാധാരണ ഇത്തരം സംഭവങ്ങളുണ്ടായാൽ ഒരുപാട് വൈകും. ഒരു കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ധാരാളം സമയം വൈകും. ഇവിടെ ഞങ്ങൾ ഇന്നിപ്പോൾ ഒട്ടും തന്നെ വൈകാതെ തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി ബഹുമാന ധനാരോഗ്യ വകുപ്പിനെ പറയും. വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ വാസുകി വന്നിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടർ വന്നിരുന്നു. അദ്ദേഹം സംസാരിക്കും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് സംബന്ധിച്ച് പറഞ്ഞു. നമുക്കെല്ലാം ഇക്കാര്യത്തിനകത്ത് ഒറ്റ വികാരമേ ഉള്ളൂ, ഒറ്റ താല്പര്യമേ ഉള്ളൂ. കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൽ വളരെ വലിയ വിഷമമുണ്ട്. ഒരു സംഭവം നടന്നു, അതിനെ സംബന്ധിച്ച് വളരെ കർശനമായ നിലപാടാണ് എടുത്തത്. ആ നഷ്ടം വലിയ നഷ്ടം തന്നെയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 14,000-ഓളം സ്കൂളുകളുണ്ട്, ധാരാളം പൊതുസ്ഥാപനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എടുക്കും. അന്വേഷണത്തിന്റെ കാര്യവും ആ കുടുംബത്തെ നമുക്ക് സഹായിക്കാനാണ് പരമാവധി പറ്റുക. മുഴുവൻ ആളുകളും, ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ആളുകളും, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും എല്ലാവരും ഈ കാര്യത്തിനൊപ്പമുണ്ട്. ആ കുടുംബത്തിന്റെ വിഷമത്തിന്, വേദനയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് അവരുടെ വേദനയെ പങ്കുചേരുകയാണ്. അവരുടെ അമ്മ അടുത്ത ദിവസമേ വരത്തുള്ളൂ, കുഞ്ഞിന്റെ മിഥുന്റെ. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നിലപാടും വകുപ്പിന് ആലോചിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട 2 വകുപ്പിന്റെ മന്ത്രിമാർ തന്നെ ഇക്കാര്യത്തിനകത്തും, വകുപ്പ് തന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിനകത്തും പ്രത്യേകം പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രാഥമികമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന്, വിദ്യാഭ്യാസ വകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയ ആൾക്കാർ ചേർന്നുള്ള ഉന്നതതല യോഗം ചേർന്നു. മാനേജ്മെന്റിനോട് എന്നെ സംബന്ധിച്ചിടത്തോളം, സംഭവത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരണം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2, ഇത് എയ്ഡഡ് മാനേജ്മെന്റാണ്. വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് എയ്ഡഡ് മാനേജ്മെന്റിന്റെ ആദ്യമായി നടപടി സ്വീകരിക്കേണ്ടത് മാനേജ്മെന്റാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലെ HMനെ അന്വേഷണവിധമായി സസ്പെൻഡ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. 3-ാമത്തെ കാര്യം, ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ
താൽക്കാലികമായി ഉള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. നാലാമത്തെ കാര്യം കുട്ടിയുടെ അനിയൻ അവന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചു. അഞ്ചാമത്തെ കാര്യം തീരുമാനിച്ചത് മാനേജ്മെന്റ് ഈ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് പറ്റുവാൻ ഉണ്ട്. ആറാമത്തെ കാര്യം സൂചിപ്പിക്കാനുള്ളത് സ്കൗട്ട്സിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു സാമാന്യം മെച്ചപ്പെട്ട ഒരു വീട് അയാൾക്ക് വളരെ താമസിക്കാതെ തന്നെ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തീരുമാനിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. വൈദ്യുതി വകുപ്പ് 5 ലക്ഷം രൂപ അവരിപ്പോ തന്നെ വാഗ്ദാനം ഇന്ന് വൈകിട്ട് അവരെത്തിക്കുന്നു പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് എത്ര രൂപയാണ് കൊടുക്കുന്നത്? വിദ്യാഭ്യാസ വകുപ്പ് ഒരു 3 ലക്ഷം അവരൊരു ഫണ്ടായിട്ട് കൂട്ടുണ്ട്. അയാളുടെ ഒരു അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾക്കും കൂട്ടിക്കൊണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നതിന് ശേഷം ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. സാധാരണ ചെയ്യുന്ന ഒരു നടപടിക്രമമുണ്ട്. അത് അദ്ദേഹം കൂടെ മുൻകൈയെടുത്ത് അത് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യും. എന്തായാലും കാര്യങ്ങൾ സംഭവിച്ചു പോയി. മേൽ സംഭവിക്കാതിരിക്കണം. വളരെ സാമൂഹികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ വളരെ പിന്നോക്കമുള്ള ഫാമിലിയാണ്. നമുക്ക് ആർക്കും പൊറുക്കുവാൻ കഴിയാത്ത നിലയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യും. അന്ന് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇവിടെ DU ആയിരുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ചുമതലയാണ് നോക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പം ഇവിടെ കൊല്ലം DU ആണ്. നടപടി എടുക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് കൊടുക്കാനും തീരുമാനിച്ചു. അപ്പൊ സാധ്യമായ നിയമത്തിന്റെ മുന്നിൽ സാധ്യമായതും നിയമത്തിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കൂടി സഹായത്തോടുകൂടി വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആലോചിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. പിന്നെ ഇതൊരു രാഷ്ട്രീയ സമരം ആക്കാൻ വേണ്ടി പാടില്ല. ഒരു കാരണവശാലും പാടില്ല. ഞാനിവിടെ പ്രഖ്യാപിച്ച പോലുള്ള സഹായ പ്രഖ്യാപനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അവസരത്തിൽ വേണ്ടത്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കുക. ഇപ്പം ഈ ഉദ്യോഗസ്ഥരുടെ മാത്രമാണെന്നുള്ളത് കാര്യം മാനേജ്മെന്റാണല്ലോ ഈ സ്ഥാപനങ്ങളെ മാറ്റേണ്ടത്. അതിന്റെ കാര്യം നോക്കുന്നത് മാനേജ്മെന്റ് അല്ലേ? മാനേജ്മെന്റിന് എന്ത് നടപടിയാണുണ്ടാവുക? ഞാൻ പറഞ്ഞില്ലേ, ഒരു നടപടി സ്വീകരിക്കുന്നതിന് ഒരു ചട്ടം ഞാൻ കംപ്ലീറ്റ് വായിച്ചു നോക്കും. അതിന്റെ കോപ്പി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യക്കിടക്കുകയാണ് നോട്ടീസ് കൊടുക്കണം. അത് മാനേജ്മെന്റ് നോട്ടീസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമാണ് കാരണം സർക്കാരിന് ഇറക്കിയ മാനദണ്ഡപ്രകാരം 3 ഘട്ടത്തിലുള്ള പരിശോധന ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഈ ഇൻസ്പെക്ഷൻ അടക്കം വിറ്റ്നസ് നൽകുന്നുണ്ട്. ആ പരിശോധന നൽകി ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യത്തിൽ നിർത്തുന്നുണ്ട്. അല്ല, അവർ വേറെ പറയാൻ പറ്റുമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ ഇക്കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അത് ആ ഭാഗം അവിടെയാണ്. ഇനി ഇതോടൊപ്പം ഇപ്പോൾ ഒരിടത്തൊരു സംഭവം ഉണ്ടായി, മറ്റ് സ്കൂളുകളിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നുള്ളൊരു പരിശോധന മൊത്തത്തിൽ നടത്തുന്നുണ്ട്. 14,000 സ്കൂളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 14,000 സ്കൂളുണ്ട്. നമുക്ക് 1,92,000 അധ്യാപകരുണ്ട്. ഏതാണ്ട് 47,000 വരുന്ന കുട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 7 ലക്ഷം കുട്ടികളുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. എങ്കിൽ തന്നെ ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതെ, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഞാൻ വന്നതിന് ശേഷം മുമ്പും അത്തരം സംഭവങ്ങളില്ല. ഇന്നിപ്പോ വിദ്യാഭ്യാസ ഡയറക്ടർ അവിടെ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. ഒരു അടിയന്തര ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടി DD-മാര് DO-മാര് AU-മാരുടെ ഓൺലൈൻ മീറ്റിംഗ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സാധ്യമായ എല്ലാ നടപടികളും എടുത്തിരിക്കുകയാണ്. വകുപ്പിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ മാതൃകാപരമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ കളങ്കമുണ്ടാക്കുന്നില്ല. എന്താ കളങ്കം? കാരണം ഇത്തരം സംഭവങ്ങൾ നമ്മൾ ഇത്രയും ബൈലോടക്കം ക്രമീകരിച്ച് ചെക്ക് ലിസ്റ്റ് അടക്കം കൊടുത്തിട്ടാണ് സ്കൂൾ പരിശോധന അടക്കം നടത്തുന്നത്. പക്ഷെ ഉദ്യോഗസ്ഥ ഭാഗത്ത് അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ 1, 2 എണ്ണി ഏതാണ്ട് ഒരു 10-40 ഇനം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട്, മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും എല്ലാം പങ്കെടുത്തുകൊണ്ട്
യോഗം ചേർന്നിരുന്നു. പിന്നെ ഈ സ്കൂൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നന്നായി ചെയ്ത സ്ഥലങ്ങളുണ്ട്, അത് വളരെ ഗൗരവമായി കാണാത്ത സ്ഥലങ്ങളുണ്ട്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൈദ്യുത കണക്ഷൻ പിന്നെ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കൂടെ കടന്നു പോയിരിക്കണം. അത് സ്റ്റേ, ഇലക്ട്രിക്കൽ സ്റ്റേ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി തന്നെ അതിൽ അടിവരട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള 40ഓളം വരുന്ന കാര്യങ്ങൾ ഇതിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമുണ്ട് യോഗത്തിൽ. 1-2 മാസക്കാലം സ്കൂൾ അടച്ചിട്ട് സ്കൂൾ തുറക്കുകയാണ്. അതിൽ സ്കൂളിന്റെ ക്ലാസ് റൂമിൽ ചെറിയ ചെറിയ കൊച്ചു കുഴികളൊക്കെ ഉണ്ടാവും, ഇഴജന്തുക്കളിലും കയറി ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുപോലെ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞേക്കാണ്. അത്രമാത്രം ഗൗരവത്തോടു കൂടി കാര്യം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഈ 47 ലക്ഷം വിദ്യാർത്ഥികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1,92,000 അധ്യാപകരും 14,000 വരുന്ന സ്കൂളുകളിലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവാത്തത്. അധ്യാപകരെ കണ്ട് ഇതങ്ങ് എടുത്തു വന്നാ